ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് പിൻട്രസ്റ്റ് ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ നെയിം സ്ലിപ്പിന് വെറൈറ്റി ബാക്ക്ഗ്രൗണ്ട്സൊക്കെ കൊടുക്കാമെന്നുള്ളത് നോക്കാം. ആദ്യം ഞാൻ പിൻട്രസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഏത് തീമിലുള്ള ബാക്ക്ഗ്രൗണ്ടാണോ വേണ്ടത് അത് സെർച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി സ്പൈഡർമാൻ ബാക്ക്ഗ്രൗണ്ട് സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുതന്നെയാണ് സെർച്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇതാ നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യും. ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് വരും. അപ്പോൾ ഇതുപോലത്തെ സ്പൈഡർമാൻ്റെ പിക്ചേഴ്സൊക്കെ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ തൽക്കാലം ഇങ്ങനൊരു വെബിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ എടുക്കുന്നത്. സ്പൈഡർ വെബിൻ്റെ ഒരു റെഡ് തീമിൽ വരുന്ന ബാക്ക്ഗ്രൗണ്ട് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ താഴെ മേലെ കാണുന്ന 3 ബട്ടണിൽ നെക്കിയിട്ട് ഡൗൺലോഡ് കൊടുത്താൽ അത് ഗാലറിയിലേക്ക് ഡൗൺലോഡ് ആയിക്കോളും. ഇനി അടുത്തതായിട്ട് ഞാൻ ക്യാൻവയാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഇനി ബാക്കി എഡിറ്റിംഗ് മൊത്തം നമ്മൾ ചെയ്യുന്നത് ക്യാൻവയിലാണ്. ഇനി സ്പൈഡർമാൻ്റെ പിക്ചേഴ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പിൻട്രസ്റ്റിൽ തന്നെ ഡൗൺലോഡ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ ഞാൻ ഇൻഷാ അല്ലാ പിന്നീട് ചെയ്യാം. ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അങ്ങനെ ഇതാ ക്യാൻവ ഓപ്പൺ ചെയ്തിട്ട് ഞാനൊരു A5 ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് താഴെ ഗ്യാലറിയിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നമുക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി ഒരെണ്ണം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് 1.5K വ്യൂസും ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദി ഗ്രേറ്റ് സപ്പോർട്ട്. അങ്ങനെ ഗാലറിയിൽ നിന്ന് നമുക്ക് വേണ്ട നമ്മൾ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് ആ ഒരു A5 നമുക്കൊരു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ഈ സൈസ് യൂസ് ചെയ്യുന്നതെന്ന്. A5 മൊത്തം സൈസ് ഞാൻ യൂസ് ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു 3/4 പോർഷനാണ് ഞാൻ നെയിം സ്ലിപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ആ ഒരു സൈസ് മതി നമുക്ക് നോർമൽ നെയിം സ്ലിപ്പിന്. അപ്പോൾ ആ ഒരു സൈസിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സൂമൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്കൊരു ഫ്രെയിം ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് താഴെ ഡിസൈൻ എലമെൻറ്റ്സ് ടെക്സ്റ്റ് അതിൽ എലമെൻറ്റ്സ് സെർച്ച് ചെയ്യുക. എലമെൻറ്റ്സ് സെലക്ട് ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് ഫ്രെയിംസ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഏതെങ്കിലും ഒരു തീമിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ളൊരു തീമിലുള്ള ഫ്രെയിംസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെർച്ച് ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഫ്രെയിംസ് എന്ന് സെർച്ച് ചെയ്തിട്ടേ ഉള്ളൂ. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് വേണ്ട ഒരു അവിടേക്ക് സ്യൂട്ടായിട്ടുള്ളൊരു ഫ്രെയിം സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഫ്രെയിംസ് എല്ലാം ഓൾ ഞെക്കിയാൽ ഒരുപാട് ഫ്രെയിംസ് വരും. ആ ഫ്രെയിംസിൻ്റെ നേരെയുള്ള ഓൾ എന്നുള്ള ബട്ടൺ ഞെക്കിയാൽ അപ്പോൾ അതിൽ നിന്ന് വേണ്ട ഒരു ഫ്രെയിം നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു ബ്ലാക്ക് ബോർഡർ വരുന്നതാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ആ ഫ്രെയിമിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ആ ഫ്രെയിം വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ആംഗിൾ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. അത് നമുക്ക് ആ താഴെയുള്ള ഒരു ഏരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് ആംഗിൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. ആ ഫ്രെയിം കറക്റ്റ് വേണ്ട പൊസിഷനിൽ വെച്ച് കൊടുത്ത ശേഷം നമുക്കതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ആ താഴെ ആ ഒരു കളർ എന്നുള്ള ഓപ്ഷനിൽ നോക്കിയിട്ട് നമുക്ക് ഏത് കളറാണോ വേണ്ടത്, ബ്രൗൺ വേണമെങ്കിൽ ബ്രൗൺ, ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക്, ഏത് കളറും ചൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു ബ്ലാക്ക് ഫ്രെയിമാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗാലറിയിൽ നിന്ന് ഏത് ഫോട്ടോ താഴെ റീപ്ലേസ് എന്നുള്ള ഇതിൽ ടച്ച് ചെയ്താൽ നമുക്ക് ഗാലറി ഓപ്പൺ ആയിട്ട് വരും. അതിൽ നിന്ന് ഏത് ഫയലിൽ നിന്ന് നമുക്ക് വേണ്ട ഒരു ഫോട്ടോ, അവിടെ ആരുടെ ഫോട്ടോ ആണോ നമുക്ക് ചൂസ് ചെയ്യേണ്ടത് ആ ഒരു ഫോട്ടോ വെച്ചിട്ട് ആ ഫ്രെയിം ഫില്ല് ചെയ്യാം. അങ്ങനെ ഇത് ഞാനൊരു ഗേളിൻ്റെ ഫോട്ടോ ആണ് ചൂസ് ചെയ്തത്. പൊതുവേ സ്പൈഡർമാൻ തീമൊക്കെ ബോയ്സിനാണ് വരിക. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ എന്നുള്ളതിൽ ഒരു ഗേളിൻ്റെ ഫോട്ടോ ആണ് വെച്ചിട്ടുള്ളത്. ഇനി ഫോട്ടോ ഫില്ല് ചെയ്ത ശേഷം നമുക്ക് സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് താഴെയുള്ള ഒരു ഇൻറ്റു മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് ആ റീപ്ലേസ് സ്റ്റൈൽ ആ ഓപ്ഷൻസൊക്കെ അങ്ങോട്ട് കളയാം. എന്നിട്ട് താഴെ അപ്പോൾ അത് ആ ഇൻറ്റു മാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിസൈന് എലമെൻറ്റ്സ് ആ ഓപ്ഷൻസൊക്കെ തന്നെ വരും. അതിൽ എലമെൻറ്റ്സിൽ നമുക്ക് ഷേപ്സ് സെർച്ച് ചെയ്ത് കൊടുക്കാം. ഷേപ്സ് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാട് ഷേപ്സ് വരും താഴെ. നമുക്ക് അതിൽ വേണ്ട ഒരു ഷേപ്പ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ സൈഡൊക്കെ ഇങ്ങനെ കേർവായിട്ട് വരുന്ന ഒരു റെക്റ്റാങ്കുലർ ഷേപ്പ്. അതിൽ നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിൽ നെയിം, സ്റ്റാൻഡേർഡ്, ഡിവിഷൻ, സബ്ജക്റ്റ്, സ്കൂള്, ഇനി റോൾ നമ്പർ വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട, അത് ഓപ്ഷണലാണ്. ഞാൻ റോൾ നമ്പർ ആഡ് ചെയ്യാറില്ല. നെയിം, സ്റ്റാൻഡേർഡ്, ഡിവിഷൻ, സബ്ജക്റ്റ്, സ്കൂള്, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ അതിൽ ആഡ് ചെയ്യൽ. അതിൽ തന്നെ നെയിം എഴുതാനുള്ള സ്പേസും സ്കൂൾ എഴുതാനുള്ള സ്പേസും ഞാൻ 2 ലൈനായിട്ട് കൊടുക്കും. അത് ചില കുട്ടികൾക്ക് കുറച്ച് ലോങ് നെയിമൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് കംപ്ലീറ്റ് എഴുതാനുള്ള സ്പേസ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട്. അതേപോലെ സ്കൂളിൻ്റെ പേരും ചിലപ്പോൾ കുറച്ച് ലെങ്തി ആയിരിക്കും, അപ്പോൾ അതും ഒന്ന് എഴുതാനുള്ള സ്പേസ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അതിന് രണ്ടിനും ഞാൻ 2 ലൈന് കൊടുക്കലുണ്ട്. അങ്ങനെ അതൊക്കെ ടൈപ്പ് ചെയ്തിട്ട് അത് നമുക്ക് വേണ്ട സൈസിലേക്ക് ഡ്രാഗ് ചെയ്ത് വലുതാക്കാം. അങ്ങനെ അത് കറക്റ്റ് പൊസിഷനിൽ ഏത് പൊസിഷനിലാണോ നമുക്ക് വേണ്ടത് ആ ഒരു പൊസിഷനിൽ കൊണ്ടുവെക്കുക. ആ കറക്റ്റ് പൊസിഷനിൽ വെച്ചതിന് ശേഷം ആ ഒരു ഫ്രെയിമിന് സ്യൂട്ടാവുന്ന സൈസിലേക്ക് അതിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫോണ്ടിൻ്റെ സ്റ്റൈല് മാറ്റണം എന്നുണ്ടെങ്കിൽ താഴെ ഫോണ്ട് എന്നുള്ള ഇതിൽ ടച്ച് ചെയ്താൽ ഒരുപാട് ഫോണ്ട് സ്റ്റൈൽസ് വരും. അതിൽ നമുക്ക് വേണ്ട ഒരു സ്റ്റൈൽ സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം.
സൈസ് ഞാനൊരു 30യിലാണ് വെക്കൽ. പിന്നെ ഒരു ഫ്രെയിമിൻ്റെ കളർ നമുക്ക് വൈറ്റ് ആക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഫോണ്ടിൻ്റെ കളറ് ബ്ലാക്കും. അങ്ങനെയാണ് എനിക്ക് നെയിം സ്ലിപ്പിലേക്ക് സൂട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ ചെയ്തതിന് ശേഷം ഇതേ ഗാലറിയിൽ നിന്ന് ഞാൻ ഓൾറെഡി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുള്ള ഒരു സ്പൈഡർമാൻ്റെ ഫോട്ടോ ഉണ്ട്. അതങ്ങനെ ബിഗ്ഗറാക്കിയിട്ട് കുറച്ച് സൂം ചെയ്ത് ബിഗ്ഗറാക്കിയിട്ട് ആ ഒരു നമ്മൾ എഴുതാൻ വിട്ട സ്പേസിൻ്റെ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ട്രാൻസ്പെറൻസി താഴെ ആ ഒരു സ്പൈഡർമാൻ്റെ ഇമേജിൽ ക്ലിക്ക് ചെയ്യുമ്പം താഴെ ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് ട്രാൻസ്പെറൻസി കുറയ്ക്കുമ്പോൾ ഇതേപോലെ ഒരു ലൈറ്റായിട്ട് വരും ആ ഒരു ഇമേജ്. അങ്ങനെ ഇതേ പിന്നെ സെയിം ഇമേജ് തന്നെ ഞാൻ ഒരു കുട്ടീൻ്റെ ഫോട്ടോൻ്റെ താഴെ ഫ്രെയിമിൻ്റെ താഴെയായിട്ടും ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ക്യൂട്ട് നെയിം സ്ലിപ്പ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കൂടുതൽ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.